ഇന്ത്യൻ പാർലമെന്റിൽ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ ശബ്ദമുയർന്നു കേൾക്കണമെന്ന് സാഹിത്യകാരൻ ബെന്യാമിൻ. തോമസ് ഐസക് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ അനുയോജ്യനായ സ്ഥാനാർത്ഥിയെന്നും ബെന്യാമിൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. പത്തനംതിട്ടയിൽ ഇലക്ഷൻ പൊടിപൊടിക്കുമ്പോൾ നമ്മുടെ ഒപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. ബെന്യാമിൻ മാഷാണ്. സിനിമയുടെ വിജയം അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നിരവധി തവണ മാഷിനോട് പ്രതികരിച്ച രണ്ട് വിജയമുണ്ട്. ഒന്ന് സിനിമയും മാഷ് ചെയർമാനായിരുന്ന മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ വിജയമുണ്ട്. നമുക്ക് ആദ്യം സിനിമ വലിയൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം സിനിമ പുറത്തു വന്നു. മലയാളികൾ മുഴുവൻ ഇരുകയും നീട്ടി അത് സ്വീകരിച്ചു. ലോകത്തെമ്പാടുമുള്ള തിയേറ്ററുകളിൽ അത് വളരെ വിജയകരമായ പ്രദർശനം തുടരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വളരെ സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, ജനുവരി മാസം ഞാൻ മാഷിനെ ഏറെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഒരു സംഘാടകൻ എന്ന നിലയിൽ വലിയ മികവ് കാട്ടിയ ഒരു കാര്യമാണ് മൈഗ്രേഷൻ കോൺക്ലേവ്. അവിടെ വെച്ച് തോമസ് ഐസക് പറഞ്ഞൊരു കാര്യമുണ്ട്, 50,000 പേർക്ക് തൊഴിൽ നൽകും, ഉറപ്പാണ് പത്തനംതിട്ട, തൊഴിലുറപ്പാണെന്നുള്ള കാര്യം. ഇപ്പോഴുണ്ട് 9 പേർക്ക് വിസ കിട്ടിയിരിക്കുന്നു. അങ്ങയുടെ പങ്കെടുത്ത കോൺക്ലേവ്, അങ്ങ് ചെയർമാനായിരിക്കുന്ന ഇതിൻ്റെ ഒരു വിജയം കൂടിയാണ്. തീർച്ചയായിട്ടും അന്ന് ഞങ്ങൾ പറഞ്ഞത് പത്തനംതിട്ടയിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും തൊഴിൽ നൽകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ്. അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇലക്ഷനൊന്നും അതിനെ ബാധിച്ചിട്ടില്ല. ഇലക്ഷൻ പ്രവർത്തനങ്ങളുടെ തിരക്കുണ്ടെങ്കിൽ പോലും മൈഗ്രേഷൻ കോൺക്ലേവ് മുന്നോട്ട് വെച്ച ആശയവുമായി അത് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ചെറുപ്പക്കാർക്കും വളരെ ആവേശം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനമാണ് മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തിയിട്ടുള്ളത് എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. പേരെക്കൊണ്ടെന്നറിയാമല്ലോ, ലാസ്റ്റായിട്ട് ഒരു സ്ഥാനാർത്ഥി കൂടി LDFിൻ്റെ തോമസ് ഐസക്കിനെ കൂടി 2 വാക്ക്. തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം മൈഗ്രേഷൻ കോൺക്ലേവിനും അതിന് മുമ്പും ഒക്കെ വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജനപ്രിയതയും കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുമൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയ്ക്ക് അനിവാര്യനായ ഒരു MP തന്നെയാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പത്തനംതിട്ടയുടെ ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ എത്തിക്കാൻ നിശ്ചയമായിട്ടും തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിൽ ആവശ്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വളരെ നന്ദി, തിരക്കിനിടയ്ക്ക് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ വിജയം. അതിനോടൊപ്പം തന്നെ തോമസ് ഐസക്കിനെ പോലുള്ള MP ആയി എത്തണമെന്നാണ് ബെന്യാമിൻ മാഷ് നമ്മോട് പറയുന്ന അഭിപ്രായം. ക്യാമറമാൻ അഖിലേഷ് കുമാറിനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.